നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. ഭാരതാംബ വിഷയത്തിൽ സർക്കാർ ഇനി എടുക്കുന്ന ഓരോ ചുവടും വളരെ സശ്രദ്ധമായിരിക്കും എന്ന സൂചനയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. തിടുക്കപ്പെട്ട ഭാരതാംബ വിഷയത്തിൽ ഗവർണറോട് കൊമ്പുകോർത്ത് വലിയ തോതിൽ ഒരു ഷോ ഓഫ് കാണിക്കാൻ പോയാൽ കോടതി 8ന്റെ പണി തരും എന്ന ഒരു നിയമോപദേശം സർക്കാരിന് ലഭിച്ചിരിക്കുന്നു എന്ന തരത്തിലേക്കുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ഇനി സത്വര നടപടികൾ സ്വീകരിക്കുന്നതെല്ലാം തന്നെ വളരെ ഒന്നല്ല രണ്ടല്ല പലവട്ടം ആലോചിച്ചതിന് ശേഷം മാത്രമേ സർക്കാർ തുടർ നടപടികൾ ഓരോന്നായി കൈക്കൊള്ളൂ എന്ന ഒരു പ്രധാനപ്പെട്ട വിവരം തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഭാരതാംബ വിഷയത്തിൽ കേരള സർവകലാശാലയുടെ രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ നടപടിക്ക് ഹൈക്കോടതി അടിയന്തര സ്റ്റേ നൽകാത്ത ആ ഒരു തീരുമാനവും കോടതിയുടെ ചില നിരീക്ഷണങ്ങളും സർക്കാർ വളരെ ഗൗരവത്തിലാണ് എടുക്കുന്നത്. കേസിൽ വലിയ തോതിൽ കോടതിയിൽ ഒരു തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലേക്കുള്ള ആദ്യഘട്ട സൂചനകളാണ് സർക്കാരിന് ഈ ഒരു കാര്യത്തിലൂടെ കോടതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടതിയോട് കയറി മുട്ടാൻ സർക്കാർ അങ്ങനെ വലിയ തോതിൽ തയ്യാറാകില്ല എന്ന ഒരു സൂചന തന്നെ നമുക്ക് വളരെ വ്യക്തമായി നമുക്ക് പറയാൻ സാധിക്കും. ഈ സാഹചര്യത്തിലാണ് ഈ കേസിൽ കക്ഷിയല്ലെങ്കിലും വ്യക്തമായ ഇടപെടലുകൾ നടത്താൻ സർക്കാർ തീരുമാനിക്കുന്നത്. എന്തായാലും സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷൻ നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസമാണ് KS അനിൽകുമാർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഇത് പരിഗണിക്കവെയാണ് രൂക്ഷമായ വിമർശനങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഏതായാലും കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ്. അതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട വൈസ് ചാൻസലറോട് വിശദമായ സത്യവാങ്മൂലം നൽകാനും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. രജിസ്ട്രാറുടെ നടപടി ഗവർണറുടെ വിശിഷ്ടതയെ ബാധിച്ചുവെന്നും ഇങ്ങനെയല്ല ആ വിഷയം രജിസ്ട്രാർ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് എന്നും സുപ്രധാനമായിട്ടുള്ള ഒരു നിരീക്ഷണം കോടതി നടത്തിയത് സർക്കാരിനും സർവകലാശാല രജിസ്ട്രാറിനുമേറ്റ വലിയ തിരിച്ചടിയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും ഈ സർവകലാശാല രജിസ്ട്രാർ ഭാരതമാതാവിനെ പതാകയേന്തിയ സ്ത്രീ എന്ന് വിശേഷിപ്പിച്ചത് നിർഭാഗ്യകരമാണ് എന്ന പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം കോടതി നടത്തിയിരിക്കുന്നു. പ്രകോപനപരമായ എന്ത് ചിത്രമാണ് അവിടെ പ്രദർശിപ്പിച്ചത് എന്നും കോടതി ചോദിക്കുന്നു. സർവകലാശാല രജിസ്ട്രാർ ആർക്കെങ്കിലും വേണ്ടി സ്തുതി പാടാനോ കുഴലൂതാനോ നിൽക്കേണ്ട ആളല്ല. ഏത് തരത്തിലുള്ള പ്രകോപനമാണ് ഭാരതാംബയുടെ ചിത്രം സർവകലാശാല രജിസ്ട്രാർക്ക് ഉണ്ടാക്കിയത് എന്നും കോടതി ചോദിക്കുന്നു. എന്തായാലും എന്ത് ക്രമസമാധാന പ്രശ്നമാണ് ഈ ചിത്രം അവിടെ വെച്ചതുകൊണ്ട് ഉണ്ടായത് എന്നും കോടതി ചോദിക്കുന്നുണ്ട്. സെനറ്റ് ഹാളിലെ പരിപാടിയെക്കുറിച്ച് കേരള പോലീസ് മറുപടി നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികവുമായി ബന്ധപ്പെട്ട സെനറ്റ് ഹാളിൽ കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ ശ്രീപത്മനാഭ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ സെമിനാറിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് രജിസ്ട്രാറുടെ സസ്പെൻഷനിലേക്ക് നീങ്ങിയത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അത് മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ഇപ്പോഴത്തെ ഈ സസ്പെൻഷനിലായ കേരള സർവകലാശാലയുടെ രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ആലപ്പുഴ ജില്ലയിലെ തിരുവൻവണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഇരമല്ലിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ അയ്യപ്പ കോളേജിൽ നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു. അന്ന് അദ്ദേഹം അവിടുത്തെ പ്രിൻസിപ്പളായിരുന്നു. ആ പരിപാടിയിൽ വളരെ വ്യക്തമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം നിൽക്കുന്ന വേദിയിൽ ആ വേദിയുടെ പിന്നിൽ കെട്ടിയിരിക്കുന്ന ബാനറിൽ ഈ കാവ്യ പതാകയേന്തിയ ഭാരതാംബയുടെ ചിത്രമുണ്ടായിരുന്നു. അന്ന് രജിസ്ട്രാർക്കില്ലാത്ത എന്ത് പ്രശ്നമാണ്, എന്ത് ഹാലിളക്കമാണ് ഇപ്പോഴെന്ന് ABVP പോലെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു. അതെല്ലാം കൂടി ക്ലബ്ബ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും രജിസ്ട്രാർ സർക്കാരിനെ സൂചിപ്പിക്കാൻ നടത്തിയ ഒരു പരിപാടി അത് ഗവർണർക്കിട്ടുള്ള ഒരു പണിയായി വ്യാഖ്യാനിക്കപ്പെട്ടു. അത് കോടതി എടുത്ത് കുടയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ രജിസ്ട്രാർക്ക് അടിയന്തരമായിട്ടുള്ള ഒരു നീതി കോടതിയിൽ നിന്ന് ലഭിച്ചില്ല. രജിസ്ട്രാറോട് കോടതി കണക്കിന് കൊടുത്തുകൊണ്ട് വിശദീകരണം ചില നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തു. മാത്രമല്ല, കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. ഒരുപക്ഷെ ആ സസ്പെൻഷൻ പിൻവലിച്ചേക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ഒരു വിഷയത്തിൽ സർക്കാർ ഇങ്ങനെ വഴിവിട്ട രീതിയിൽ ഒന്ന് നീങ്ങാനുള്ള സാധ്യതകൾ കോടതി ആദ്യമേ മുളയിലെ അതിന് ഒരു നുള്ളൽ നൽകിയിരിക്കുന്നു. മുളയിലെ കോടതി അത് നുള്ളിയിരിക്കുന്നു. ഇനി ഓരോ ചുവടും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ വളരെ കരുതലോടുകൂടി തന്നെയാണ് വെക്കാൻ പോകുക. കാരണം ഈ ഒരു കേസിൽ കക്ഷിയല്ല എങ്കിൽ പോലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള അനുചിതമായിട്ടുള്ള നടപടി ഉണ്ടായാൽ കോടതി സർക്കാരിൻ്റെ ഫ്യൂസ് ഊരാൻ സാധ്യതയുണ്ട് എന്നതാണ് വളരെ വ്യക്തമായി കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.